അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് 250 ml കപ്പിന് 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് ചൂടാവരുത്, ഇളം ചൂടുള്ള പാല് വേണം എടുക്കാനായിട്ട്. നമ്മളിതിൽ ഇളം ചൂട് പാല് ചേർത്ത് കൊടുത്തത് ഈസ്റ്റ് ആക്റ്റീവായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള മധുരം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി അധികം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നോർമൽ മധുരമാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിൽ ബട്ടർ ഇട്ട് കൊടുക്കുമ്പോഴേ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് സമയം വെക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലാവും. അങ്ങനെയുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ട എടുക്കുമ്പോഴും അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. ബട്ടർ എടുക്കുമ്പോഴും റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ എടുക്കുക. ഇതിൻ്റെ തണുപ്പൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നല്ലതുപോലെ കൈവച്ച് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കൈ ഒന്ന് നനച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ പാലെടുക്കുമ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് വേണം മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ എടുക്കുന്ന ഓരോ മൈദയ്ക്കനുസരിച്ചും നമ്മൾ എടുക്കുന്ന പാലിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. ആദ്യം ഒരു 1/2 കപ്പ് പാലൊഴിച്ച് ഒന്ന് കുഴച്ച് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചെറു ചൂടുള്ള പാലൊഴിച്ച് ഒന്ന് കുഴച്ചെടുത്താൽ മതി. കുറച്ച് ലൂസായിട്ട് വേണം ഈ മാവൊന്ന് കുഴച്ചെടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഈസ്റ്റ് ഡ്രൈഡ് ഈസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ബോൾ പോലുള്ള ഈസ്റ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാലും പഞ്ചസാരയും ഈസ്റ്റും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമേ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന് കൗണ്ടർ ടോപ്പിലിട്ട് ഒരു 10 മിനിറ്റ് എങ്കിലും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ മാവ് നല്ലോണം വലിച്ച് ഒരു 10 മിനിറ്റ് എങ്കിലും ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ മാവ് നല്ലതുപോലെ കുഴച്ച് ഇതാ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ ഇതുപോലെ വലിച്ച് കുഴച്ചെടുക്കുക. എന്നാൽ മാത്രമേ കറക്റ്റ് സോഫ്റ്റ് നമുക്ക് ഇതിന് കിട്ടുള്ളൂ. ഇപ്പം നല്ലോണം കുഴച്ച് എടുത്തിട്ടുണ്ട്. മാവ് നമ്മൾ കൈവച്ച് ഇതുപോലെ വലിച്ച് വരുമ്പോൾ ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കണം. അതാണ് ഈ മാവിൻ്റെ പരുവം. ഇതുപോലെ വലിഞ്ഞ് വരണം. ഇനി ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് ഉരുട്ടി മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് ഈ ബൗളിൽ വെച്ച് കൊടുക്കുക. മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം മാവിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റാപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ ടവലോ അല്ലെങ്കിൽ തോർത്തോ എടുത്തിട്ട് നല്ലതുപോലെ വെള്ളത്തിൽ മുറുക്കി പിഴിഞ്ഞ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഒട്ടും തന്നെ എയർ പുറത്ത് പോകാൻ ഇതിക്ക് ഒന്ന് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ക്ലിംഗ് റാപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരട്ടെ. ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങിക്കിട്ടും. തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇപ്പം മാവ് പൊങ്ങാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. അഥവാ മാവ് പൊങ്ങി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലുള്ള ക്രീം റാപ്പ് നമുക്കെടുത്ത് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക. നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് ബലം കൊടുത്ത് മാവ് കുഴച്ചെടുക്കരുത്. സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ആദ്യം കുറച്ച് ബലം കൊടുത്തല്ലേ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി സോഫ്റ്റ് ആയിട്ട് വേണം കുഴയ്ക്കാൻ. ഇപ്പോൾ ബൗളിൽ നിന്നും കൗണ്ടർ ടോപ്പിലേക്ക് മാവ് മാറ്റിയിട്ടുണ്ട്. ഇനി സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ചെറിയ രീതിയിൽ ഒന്ന് കുഴച്ചിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ ഒന്ന് ഉരുട്ടിയെടുക്കണേ. ഇതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരേ വലുപ്പത്തിൽ 2ആയിട്ടൊന്ന് കട്ട് ചെയ്യാം.
വീണ്ടും ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ടയിൽ നിന്നും ഒരു പീസ് എടുക്കാം. ഈ മാവ് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ വലിച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. രണ്ട് വശവും ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇത് കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉരുട്ടിയെടുക്കാം. ബാക്കിയിരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി പാനിൻ്റെ എല്ലാ ഭാഗത്തും കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇതാ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് അകത്തി വേണം വെക്കാനായിട്ട്, ഒരുപാട് അടുപ്പിച്ച് വെക്കരുത്. കുറച്ച് കുറച്ച് അകത്തി വെക്കുക. ഉരുളകളും ഉരുട്ടി പാനിൽ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാ ഉരുളകളിലും എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് കുറച്ച് സമയം ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഇതുപോലെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ മുറുക്കി പിഴിഞ്ഞൊരു തുണി കൊണ്ട് മൂടിക്കൊടുക്കുകയോ ചെയ്യുക. ഇപ്പോൾ 1 മണിക്കൂർ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ ഇത് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലുള്ള ക്ലിംഗ് റാപ്പ് എടുത്തു മാറ്റാം. പുറത്ത് മുട്ടയുടെ മഞ്ഞ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു മുട്ടയുടെ മഞ്ഞ എടുത്തിട്ട് 1 ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഇതിന്റെ പുറത്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പൊ മുട്ടയുടെ മഞ്ഞത എല്ലാത്തിലും ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് എള്ളും കൂടി ഇതിന്റെ പുറത്ത് ഇടുന്നുണ്ട്. എള്ളുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. അതിന്റെ പുറത്തും കുറച്ച് എള്ള് ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കാം. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കാം. എന്നിട്ട് ഇനി ഇതൊന്ന് മൂടി കൊടുക്കാം. ഒന്ന് മൂടി കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അലുമിനിയം ഫോയിൽ കൊണ്ടോ അടച്ച് വെക്കുക. എന്നാൽ മാത്രമേ ഇതിന്റെ ഉള്ളിൽ നല്ലോണം ചൂട് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇതിന്റെ പുറമൊക്കെ നല്ലൊരു ബ്രൗൺ കളറിലായി കിട്ടുള്ളൂ. ഒട്ടും തന്നെ ചൂട് പുറത്തു പോകാൻ പാടില്ല. അതുകൊണ്ട് ഈ ഹോളിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന്റെ ഈ ഹോളിന്റെ ഉള്ളിൽ ഇതുപോലെ അലുമിനിയം ഫോയിൽ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ ചൂട് പുറത്തു പോവില്ല. ഇതുപോലത്തെ ഹോളുള്ള ലിഡില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒട്ടും തന്നെ ചൂട് പുറത്തു പോകാൻ പാടില്ല. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വേണം എടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഇതിന്റെ പുറത്തൊക്കെ ഗോൾഡൻ ബ്രൗൺ നിറം കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ബേക്കായി വരട്ടെ. ഇപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതായിട്ടുണ്ടോന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ഇതായിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ചൂട് ഒട്ടും പുറത്ത് പോകാത്ത രീതിയിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വെച്ച് അടച്ചു കൊടുത്താൽ മാത്രമേ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ കിട്ടുള്ളൂ. ഇനി ഇതിപ്പോ ചൂടാണ്. ഇത് പാനിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ആ ചൂടോടുകൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. ഇനി ഇതിന്റെ നമ്മൾ അടിയിൽ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. ഈ ബട്ടർ പേപ്പർ മെല്ലെ അങ്ങ് മാറ്റി കൊടുക്കാം. കണ്ടില്ല, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബട്ടർ പേപ്പർ ഇതാ മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുക്കാം. എന്നാൽ കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, അടിക്കൊന്നും പിടിച്ചില്ല. നല്ല കറക്റ്റായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഈ മിൽക്ക് ബൺ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്.
അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ബണ്ണ് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഓവനോ അതുപോലെ തന്നെ കേക്ക് ടിന്നോ ഒന്നും തന്നെ ആവശ്യമില്ല. പാനിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് മിൽക്ക് ബണ്ണ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ മിൽക്ക് ബണ്ണ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്